അങ്ങനെ നമ്മൾ നാഗർകോവിലെത്തി മക്കളെ. നമ്മുടെ നാട്ടിലേക്ക് എത്താൻ വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രം ബാക്കി. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ നിറയെ കപ്പലണ്ടി എല്ലാം വെച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് നോർത്ത് കയറിയപ്പോൾ ഫുൾ നിറയെ കപ്പലണ്ടി ആയിരുന്നു. വാങ്ങണമെന്നുണ്ടായിരുന്നു, വാങ്ങാൻ നടന്നില്ല. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് വാങ്ങാൻ കരുതി. ഇത്രയും ദൂരം പോയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വന്നിട്ടാണ് ഓരോ സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ ഈ കപ്പലണ്ടി എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ഒരു ഇങ്ങനെ കപ്പിൽ വെച്ചിട്ടുണ്ട്, അതൊരു കപ്പ് 100 രൂപയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കളിക്കാട് വീട്ടിലും ചേച്ചിക്കും ചീമയുടെ അവിടെയും നമ്മുടെ അവിടത്തേക്കും കൂടെ ആയിട്ട് 4 കപ്പ് വാങ്ങിയായിരുന്നു. അങ്ങനെ 4 കപ്പ് കപ്പലണ്ടി വാങ്ങി. അപ്പോൾ അവരോട് ഞാൻ ചോദിക്കുകയാണ്, ഇത് കൊള്ളാമോ, ഞങ്ങളിങ്ങനെ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് വന്നിട്ടാണ് ഇത്രയും സാധനങ്ങളൊക്കെ ഇവിടെ വന്ന് വാങ്ങുകയാണ്, കൊള്ളാമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇതെന്തിനാ വീഡിയോ എടുക്കുന്നത്, ഞാൻ പറഞ്ഞു യൂട്യൂബിലിടാനാണ്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയാം, കൊള്ളില്ലെങ്കിൽ ഇനി ഇങ്ങോട്ടേക്ക് ആരും വരരുതെന്ന് കൂടെ പറഞ്ഞേക്കണേന്ന് പറഞ്ഞു. നമ്മൾ കഴിച്ച് നോക്കിയില്ല, എന്തായാലും 4 പേർക്കായിട്ട് 4 വീട്ടിലത്തേക്കായിട്ട് വാങ്ങിയായിരുന്നു. അവിടെ നിറയെ വേറെ എന്തോ കിഴങ്ങിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അതൊക്കെ ഇങ്ങനെ അടുക്കി പെറുക്കിയൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. നല്ല 2 ചേച്ചിമാരായിരുന്നു. ഒരു കുഞ്ഞു മോനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞുമോൻ ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ കുറേ സമയം നിന്ന് കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. വില കുറയ്ക്കുമെന്ന് വെച്ചപ്പോൾ ഇല്ല, കുറയ്ക്കാൻ പറ്റില്ല, ഇവിടെ നല്ല നാട്ടിലെ നല്ല സാധനമാണ്, നോർത്ത് ഇന്ത്യ പോലെയല്ല, ഇത് നാട്ടിലതാണ്, നാടനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ കപ്പലണ്ടി എല്ലാം വാങ്ങിയിട്ട് വീണ്ടും യാത്രയായി. അടുത്തിനി നമ്മൾ നേരെ പോകുന്നത് പോത്തീസിലേക്കാണ്, നാഗർകോവിലുള്ള പോത്തീസിലേക്കാണ്. ഇത്രയും ദൂരം പോയിട്ട് വീണ്ടും പോത്തീസിൽ വന്ന് ഷോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥയായി. പക്ഷേ ജയ്പൂരിൽ നിന്ന് വാങ്ങായിരുന്നു. എൻ്റെ ഹെൽത്ത് ഒട്ടും വയ്യാത്തത് കൊണ്ട് പിന്നെ ഞാൻ നമ്മൾ ഷോപ്പിങ്ങിനൊന്നും അധികം നിൽക്കാത്തത് കൊണ്ട് പറ്റിയതാണ്. വിൻഡ് മില്ലൊക്കെ നിന്ന് കറങ്ങുന്നത് നോക്കി, എന്താ ഭംഗി, ഇത്രയും ഭംഗിയോട് ഞാൻ തമിഴ്നാട് ആസ്വദിക്കുന്നത് ആദ്യമായിട്ടാട്ടോ. അങ്ങനെ നേരെ പോത്തീസിൽ പോയി. വലിയ ഷോറൂം ആട്ടോ, ട്രിവാൻഡ്രത്തിൻ്റെ അത്രയൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇവിടെ കാർ പാർക്കിംഗ് കുറച്ച് ഏരിയ കുറവാണ്, അതിന് മറ്റേ ഒരു ലിഫ്റ്റ് സെറ്റപ്പൊക്കെയാണ് കേട്ടോ കാർ പാർക്കിംഗ്. ഷോറൂമൊക്കെ നമ്മുടെ എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്തിൻ്റെ പോലെ അത്രേ ഉള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ, നല്ല കളക്ഷൻസ് ഉണ്ട്. കയറി ചെന്നപ്പോഴും ആദ്യം കളിക്കാട് അമ്മയ്ക്കൊരു സാരി, ചേച്ചിക്കൊരു ഡ്രസ്സ്, എൻ്റെ അമ്മ എന്നോടൊരു ബാഗ് വാങ്ങിച്ചുകൊണ്ട് വരണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നടന്നില്ല. അപ്പോൾ ഒരു ബാഗ്, ഇത് 3 വാങ്ങിക്കാനായിട്ട് കയറിയിട്ടുള്ളത്. അപ്പോൾ കയറിയ പാടെ തന്നെ സാരിയൊക്കെ നിറയെ കണ്ടു. എനിക്ക് ആദ്യം തന്നെ കണ്ടില്ല, ആ ഒരു സാരി ഇഷ്ടപ്പെട്ടപ്പോൾ ഏട്ടന് ആ സാരി ഇഷ്ടമായില്ല. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത് നോക്കിയപ്പോൾ വേറൊരു പിങ്ക് കളർ സാരി കണ്ടു, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അമ്മയ്ക്കില്ലാത്ത കളർ, അങ്ങനെ ആ ഒരു സാരി എടുത്തായിരുന്നു. നല്ല സാരി കേട്ടോ, എനിക്ക് രസമായിട്ട് തോന്നി. അമ്മയെ കൊടുക്കുന്ന ടൈപ്പ് ഒരു സാരിയാണ്. ഈ ഒരു കളർ അമ്മയ്ക്ക് ഇല്ല എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി കൂടെയാണ് ഞാൻ എടുക്കുന്നത്. എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉറപ്പ്, ഈ കളറില്ല എന്നുള്ളത്. ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. എന്നിട്ട് ഞാൻ ചോദിച്ചു ചുരിദാർ മെറ്റീരിയൽ ഏത് ഫ്ലോറാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു 2nd ഫ്ലോറാണ് എന്ന് പറഞ്ഞു. അങ്ങനെ മെറ്റീരിയൽ എടുക്കാനായിട്ട് പോവുകയാണ്. മെറ്റീരിയൽ ആകുമ്പോൾ ഇഷ്ടത്തിന് നമുക്ക് സ്റ്റിച്ച് ചെയ്തിടാമല്ലോ, മറ്റത് സൈസ് വലുതായി ചെറുതായി എന്നുള്ളൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ലല്ലോ. അങ്ങനെ ഇവിടെ നിന്ന് ബില്ല് വാങ്ങിയിട്ട് മുകളിൽ പോയി മെറ്റീരിയലും വാങ്ങി പിന്നെ ബാഗും വാങ്ങി തിരിച്ചു പോവാം എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു നിലവിലുള്ളൊരു തീരുമാനം എന്ന് പറയുന്നത്. അങ്ങനെ ബില്ല് വാങ്ങിയ ശേഷം നേരെ ഞങ്ങൾ 2nd ഫ്ലോറിലേക്ക് പോവുകയാണ്. നിറയെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്തെക്കാട്ടി കളക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഷോറൂം എല്ലാം ട്രിവാൻഡ്രത്തിൻ്റെ അത്ര തന്നെയാണ് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ കളക്ഷൻസ് നല്ല പോലെ ഉണ്ട്. അതുപോലെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഇത് നാഗർകോവിലെ മെയിൻ ജംഗ്ഷനിലായിട്ടായിട്ട് വരും എന്ന് തോന്നുന്നു. മാപ്പ് ഇട്ടപ്പോൾ കറക്റ്റ് ഒരു നല്ലൊരു സിറ്റി ജംഗ്ഷൻ പോലുള്ള സ്ഥലത്താണ് വന്നത്. എനിക്കങ്ങനെ കറക്റ്റ് പറഞ്ഞു തരാൻ അറിയത്തില്ല. പക്ഷേ അത്യാവശ്യം തിരക്ക് കാര്യങ്ങളുണ്ട്, കളക്ഷൻസ് ഒരുപാടുണ്ട്, നല്ല മെറ്റീരിയൽസൊക്കെ ഒരുപാട് നിറയെ ഇരിപ്പുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ചേച്ചിയോട് കുറേ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. കോട്ടൻ്റെത് ചോദിച്ച് ഞാനിങ്ങനെ എടുക്കാം കേട്ടോ. കൂടുതലിങ്ങനെ ഭയങ്കര കളർഫുള്ളായിട്ടുള്ള സംഭവമാണുള്ളത്. ആ റെഡൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്കിഷ്ടപ്പെടുന്ന ഏട്ടന് ഇഷ്ടപ്പെടില്ല, ഏട്ടന് ഇഷ്ടപ്പെടുന്നത് എനിക്കിഷ്ടപ്പെടില്ല. ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെടുന്ന വേദയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. വേദയുടെ സമ്മതം നോക്കിയിട്ടേ വാങ്ങാമല്ലോ, അതൊന്നും വാങ്ങാൻ പാടില്ല. വേദയ്ക്ക് കളറുണ്ട്, പ്രത്യേക കളറുണ്ട്, അങ്ങനെയൊക്കെ. എൻ്റെ കയ്യിലിരിക്കുന്നില്ലേ ആ ഒരു ഓറഞ്ച് പോലത്തെ, അതായത് ഇപ്പം ഞാൻ കാണിച്ചില്ലേ, ഇതാണ് ഫൈനലി ഞങ്ങൾ സെലക്ട് ചെയ്തത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കും വേദയ്ക്കും ഏട്ടനും ഇഷ്ടമായി. അപ്പോൾ പിന്നെ 3 പേർക്കും ഇഷ്ടപ്പെട്ടത് അതായതുകൊണ്ട് അതാണ് സെലക്ട് ചെയ്തത്. അവിടുന്ന് ആ ചുരിദാറിൻ്റെ പൈസ എല്ലാം കൊടുത്ത് ബില്ലെല്ലാം വാങ്ങിയ ശേഷം ഞങ്ങൾ മുകളിലത്തെ നിലയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കള്ളിക്കാട് വീട്ടിലാണ്. ബാക്ക്ഗ്രൗണ്ടിൽ അമ്മ ഫോണിൽ സംസാരിക്കുന്ന ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ. അമ്മ ഫോൺ കട്ട് ചെയ്തിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് ഡബ് ചെയ്യാമെന്ന് കരുതിയാൽ ഇന്നൊന്നും നടക്കത്തില്ല കേട്ടോ. ഭയങ്കര ഫോണിങ് പ്രോഗ്രാമാണ്, അതുകൊണ്ടാണ് അതൊരൊറ്റത്ത് നടക്കട്ടെ, എൻ്റെ ഒരു എഡിറ്റിംഗ് വേറൊരൊറ്റത്ത് നടക്കട്ടെ എന്ന് ഞാനും കരുതിയത്. അടുത്ത് ഞങ്ങൾ 6th ഫ്ലോറിലായിരുന്നു. ബാഗ് നോക്കി തപ്പി നടക്കുകയാണ്. അപ്പോൾ അമ്മയെ വിളിച്ച് കാണിച്ച് അമ്മയുടെ സമ്മതമൊക്കെ വാങ്ങിയിട്ട് വേണം ബാഗ് വാങ്ങാനായിട്ട്. അങ്ങനെ അമ്മ ഒരു ബാഗ് സെലക്ട് ചെയ്തു. ആ ബാഗ് സെലക്ട് ചെയ്ത വീഡിയോ ഞാൻ ഇതിലെടുത്തില്ല എന്ന് തോന്നുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ആ ബാഗ് കാണിച്ചു തരാം കേട്ടോ. അമ്മയ്ക്ക് ഒരു ബാഗ് കൊടുത്തു. സത്യം പറഞ്ഞാൽ അമ്മ ഡൽഹിയിൽ നിന്നോ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വാങ്ങാൻ പറഞ്ഞ
പറഞ്ഞതാണ്. ഇതിപ്പോൾ ശരിക്കും ഞങ്ങൾ ആദ്യം ഡൽഹിയിൽ നിന്ന് വാങ്ങാമെന്ന് കരുതി, പിന്നെ ഒരു സ്ഥലത്തും പോയില്ല. പിന്നെ ജയ്പൂരിൽ നിന്ന് വാങ്ങാമെന്ന് കരുതി, ജയ്പൂരിൽ നിന്ന് വാങ്ങാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങാമെന്ന് കരുതി, ബാംഗ്ലൂർ സ്റ്റേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നിന്ന് വാങ്ങുന്നത്. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ വേദ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് വേദയ്ക്ക് ഒരു പോപ്കോൺ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വേദ പോപ്കോൺ വാങ്ങുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു എങ്കിൽ പിന്നെ എനിക്കൊരു ജിഗർദണ്ഡ കൂടി വേണമെന്ന് പറഞ്ഞു. ഇവിടെ ജിഗർദണ്ഡ ഉണ്ട് കേട്ടോ. അങ്ങനെ ജിഗർദണ്ഡ കൂടി വേണമെന്ന് പറഞ്ഞു. ഒരു പോപ്കോണിനും ജിഗർദണ്ഡയ്ക്ക് കൂടി ബില്ലടിച്ച ശേഷം പോപ്കോൺ വാങ്ങാൻ ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ അവരുണ്ടാക്കിയല്ലേ ഉള്ളൂ കേട്ടോ പോപ്കോൺ. അവർ ഉണ്ടാക്കി വേദയ്ക്ക് കൊടുക്കുകയാണ്. പിന്നെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഓരോ സാധനങ്ങൾ വാങ്ങണമെന്ന് പറയുന്നതല്ലാണ്ട് ഒന്നും വാങ്ങുന്നില്ലല്ലോ, എന്തിനാണ് ഈ വാങ്ങണമെന്ന് പറയുന്നത്, അങ്ങ് വാങ്ങിയാൽ പോരെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമൻറ്റ് ഉണ്ടായിരുന്നു. അതെൻ്റെ ഇഷ്ടം, വാങ്ങണമെന്ന് പറയുമ്പോൾ വാങ്ങണോ അത് വാങ്ങാതിരിക്കണോ, ഞാൻ വീഡിയോയിൽ പറയണോ വേണ്ടേന്നൊക്കെ ഉള്ളത് കുറേ എണ്ണം ഉണ്ട് കേട്ടോ. സത്യമായിട്ട് നെഗറ്റീവ് എന്തെല്ലാം നമ്മൾ നല്ല വീഡിയോസ് ഇട്ടാലും അതിനൊന്നിനും താഴെ ഒരു കമൻറ്റുമായിട്ട് വരത്തില്ല. നെഗറ്റീവ് കമൻറ്റ് പക്ക, എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യമായാലും മതി, നമ്മൾ ചെയ്യണത് അത് മോശമാണെങ്കിൽ അതിന് നെഗറ്റീവായിട്ട് കുറേ എണ്ണം എവിടെ നിന്ന് വരുന്നു എന്നറിയത്തില്ല. ഞാനിങ്ങനെ നെഗറ്റീവ് ഇട്ടവരെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് പേര് പറയും അതൊന്നും കാര്യമാക്കേണ്ട ശ്രീകുട്ടി, അതൊന്നും പ്രശ്നമില്ല, എന്തിനാണ് നമ്മൾ നോക്കുന്നത്, കുറേ പേരിങ്ങനെ ഉണ്ടാവും. അത് സത്യമാണ്, എനിക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, ഇതിനൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല. പക്ഷേ അതിങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഇങ്ങനെ അവരുടെ കാര്യം കൂടി പറഞ്ഞില്ലെങ്കിൽ എന്തോ എനിക്കൊരു മനസ്സുഖം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാനിതൊന്നും കാര്യമാക്കാനും പോകുന്നില്ല. പക്ഷേ അതിങ്ങനെ പറയുമ്പോൾ എനിക്കൊരു സന്തോഷം. അവർ ഈ കമൻറ്റ് ഇട്ട കാര്യം പറയുമ്പോൾ ഇനി അവരുടെ പേര് കൂടി എടുത്ത് പറഞ്ഞ് കമൻറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇപ്പോൾ കമൻറ്റ് വരും, പിന്നെ നീ പേര് പറഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ വലിയ കാര്യമാണെന്ന് ഉള്ള കമൻറ്റ് വരും. അത് വേറെ കാര്യം. എങ്കിലും എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സുഖം, നെഗറ്റീവ് കമൻറ്റ് ഇടുക എന്നുള്ളത് അവരുടെ സുഖം. അത് സത്യമായിട്ടോ, എത്ര നല്ല വീഡിയോ ഇട്ടാലും അതിന് താഴെ എന്നും ഈ നെഗറ്റീവ് ഇടുന്നവർ വരുന്നില്ല. ഇപ്പോൾ ഓക്കെ കമൻറ്റ് ഇടുന്നവർ നല്ലതും മോശമായിട്ടൊക്കെ ഇടുന്നവർ ഒരുപാട് പേരുണ്ട്. നമ്മുടെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നവരുണ്ട്, മോശം പറഞ്ഞു തരുന്നവരുണ്ട്. അപ്പോൾ അത് രണ്ടും പറയുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. ഇത് നെഗറ്റീവ് മാത്രം പറയാനായിട്ട് കുറേ എണ്ണം. അതെന്തോ ആവട്ടെ, അത്രയും പറഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനം കിട്ടി. എന്തായാലും ജിഗർദണ്ഡയ്ക്ക് പറഞ്ഞ ചേച്ചി ജിഗർദണ്ഡ എടുത്ത് തരാം കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ കിട്ടുന്ന ആ ഒരു ജിഗർദണ്ഡ ഒരു ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു, എങ്കിലും കുഴപ്പമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിഗർദണ്ഡ. വേദയ്ക്ക് ഒട്ടുമേ ഇഷ്ടമല്ലാത്ത സാധനമാണ് ജിഗർദണ്ഡ. വേദ കഴിക്കുമായിരുന്നു, കഴിച്ച് വേദയ്ക്ക് ഇപ്പം മതിയായി. ഒരു സമയം ജിഗർദണ്ഡയിൽ മാത്രമായിരുന്നു എൻ്റെ വേദയുടെയും ജീവിതം. വേദ അങ്ങനെ കഴിക്കില്ലായിരുന്നു, എൻ്റെ ജീവിതം. അപ്പം ഞാൻ കഴിക്കുമ്പോൾ വേദയും കഴിക്കുമല്ലോ, സ്വാഭാവികം. അങ്ങനെ കഴിച്ച് വേദയ്ക്ക് ഇപ്പം ജിഗർദണ്ഡ ഇഷ്ടമല്ല. എനിക്കിഷ്ടമാണ്, എനിക്കങ്ങനെ ജിഗർദണ്ഡയോട് മടുപ്പൊന്നുമില്ല. അതിൽ മറ്റേ ചിയാസീഡൊക്കെ ഇട്ടാണ് അവർ തന്നത് കേട്ടോ ഈ ജിഗർദണ്ഡയിൽ. നമ്മുടെ ട്രിവാൻഡ്രത്ത് കിട്ടുന്നതിൽ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. ഒരു സ്കൂപ്പ് ഐസ്ക്രീമൊക്കെ വെച്ചാണ് തന്നത്. കണ്ടോ വേദയുടെ മുഖം പോകുന്നത് നോക്കിയാൽ വേദയ്ക്ക് ഇഷ്ടമല്ല, പക്ഷേ എനിക്കിഷ്ടമാണ്. അങ്ങനെ അതിനെ മിക്സ് ചെയ്ത് ഞാൻ കഴിച്ചിട്ട് ഞങ്ങളങ്ങ് ഇറങ്ങി. ഷോപ്പിംഗ് ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. പെട്ടെന്ന് തന്നെ കയറിയ പാടെ തന്നെ അമ്മയുടെ സാരി കണ്ടു. ദീപ ചേച്ചിയുടെ അവിടെ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ തന്നെ ഒരു ടോപ്പ് കിട്ടി. ടോപ്പല്ല, മെറ്റീരിയൽ കിട്ടി. അമ്മയ്ക്ക് ബാഗ് നോക്കിയപ്പോഴും പെട്ടെന്ന് തന്നെ കിട്ടി. അതുകൊണ്ട് അധികം താമസമൊന്നും ഉണ്ടായില്ല. നമ്മളധികം സമയം എടുത്തില്ല എന്ന് തന്നെയാണ് സത്യം. കാരണം പെട്ടെന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങാം, പെട്ടെന്ന് വീട് എങ്ങനെയെങ്കിലും എത്തണം, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഇതൊന്ന് വാങ്ങാണ്ട് പോവാതിരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് കണ്ടപാടെയുള്ള സാരിയും ടോപ്പും മെറ്റീരിയലൊക്കെ എടുത്തിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ കാറിനെ ലെഫ്റ്റിൻ്റെ മുകളിലാക്കിയിട്ട് അങ്ങ് മുകളിൽ നിൽക്കായിരുന്നു കേട്ടോ. അതിനെ പതിയെ ഉരുട്ടി താഴെ ഇറക്കുകയാണ് നമ്മുടെ കാർ. അങ്ങനെ നമ്മുടെ കാറിന് ലിഫ്റ്റ് കയറാനുള്ള ഭാഗ്യം ഉണ്ടായി കേട്ടോ. ഇവിടെ പാർക്കിങ് കുറച്ച് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയത്തില്ല. ഇതിനകത്ത് ഇത്രയും, പിന്നെ അപ്പുറത്തൊരു ചെറിയ ഗ്രൗണ്ട്, ഇപ്പുറത്തൊരു ചെറിയ ഗ്രൗണ്ട്, അത്രയും മാത്രമേ പാർക്കിംഗ് ഉള്ളൂ. പക്ഷെ നല്ല തിരക്കുള്ളതുകൊണ്ട് ഈ ഒരു സെറ്റപ്പൊക്കെ നല്ലതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ നമ്മൾ തമിഴ്നാട് ബോർഡറും താണ്ടി നമ്മുടെ കേരളത്തിലേക്ക് വന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു സമാധാനം. എൻ്റെ ഈ ഡബ്ബിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ആ സന്തോഷം മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പോകുന്ന വഴിക്ക് നിറയെ ഇങ്ങനെ ചട്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ചട്ടി വാങ്ങാനായിട്ട് തോന്നി. നമ്മൾ ജയ്പൂർ പോയപ്പോൾ നിറയെ ചട്ടി, നല്ല ഭംഗിയുള്ള ചട്ടി ഇരിക്കുന്നത് കണ്ടു. ഇങ്ങനെ പാസ് ചെയ്ത് പോയി. പിന്നീട് ആ സ്ട്രീറ്റിലേക്ക് വരാമെന്നൊക്കെ പറഞ്ഞ് കരുതിയതാണ്. പിന്നീട് ആ സ്ട്രീറ്റിലും വന്നില്ല, ചട്ടി പിന്നെ കണ്ടതുമില്ല. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ പോകുമ്പോൾ ചട്ടി വാങ്ങണം. എനിക്ക് കൂജ വാങ്ങണമെന്ന് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ്. ഒരു കൂജ വാങ്ങണം എന്നുള്ളൊരിതിൽ എന്തായാലും ചട്ടി വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി. കള്ളിക്കാട് അമ്മയ്ക്കൊക്കെ ചട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസാണ് കേട്ടോ. അങ്ങനെ ഒരു ചട്ടി അമ്മയ്ക്കും വാങ്ങാം, നമുക്കും വാങ്ങാം എന്ന് പറഞ്ഞിട്ട് ചട്ടി വാങ്ങാനായിട്ട് ഇറങ്ങി. ഇവിടെ നിറയെ ചട്ടികൾ ഇരിപ്പുണ്ട് കേട്ടോ. നല്ല ഭംഗിക്കുള്ള പല രീതിയിലുള്ള ചട്ടികൾ ഇരിപ്പുണ്ട്. ഇവിടെ നിൽക്കുന്ന രണ്ട് ചേച്ചിമാരാണെങ്കിൽ ഒന്ന് മുഖത്ത് നോക്കി ചിരിക്കുന്ന പോലും ഇല്ല കേട്ടോ. ഓരോന്നിനും വില പറയുമ്പോൾ കുറയത്തില്ല, അങ്ങ് ദേഷ്യത്തിൽ പറയുകയാണ്. വേണമെങ്കിൽ വാങ്ങിയാൽ മതി എന്നുള്ള ഭാവം കേട്ടോ. എന്നിട്ട് 4 ചട്ടി വാങ്ങിയപ്പോൾ 280 രൂപയായി. 250 രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ആ കൂജയ്ക്ക് 250 രൂപയായി. അതിനൊരു പൈസയും കുറച്ച്
കുറച്ചില്ല കേട്ടോ. പക്ഷെ അവരൊന്നും ചിരിക്കുന്നുമില്ല. സാധാരണ കടയിലൊക്കെ പോയി നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്ന് ചിരിച്ചൊക്കെ കാര്യം പറയുമ്പോൾ ഒരു സന്തോഷം തോന്നിയില്ലേ, അത് ചിരിക്കുന്നോ പറയുന്നോ ഒന്നുമില്ല. ഞാൻ ഈ ഒരു ചട്ടി 2 എടുത്തു. ഒന്ന് എനിക്കും ഒന്ന് എൻ്റെ വീട്ടിലും കൊടുക്കാനായിട്ട് എടുത്തു. പിന്നെ കള്ളിക്കാടാകുമ്പോഴേക്കാണെങ്കിൽ നിറയെ ചട്ടിയുണ്ട്. ദീപ ചേച്ചിക്ക് ഇഷ്ടം പോലെ ചട്ടിയുണ്ട്. അവിടെ അവർക്ക് 2 പേർക്കും വേണ്ടിയിട്ട് കുഞ്ഞ് 2 ചട്ടി അല്ലാതെ വാങ്ങി. ഈ 2 ചട്ടിയാണ് നമ്മൾ അല്ലാതെ വാങ്ങിയത്. ദീപ ചേച്ചിക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട് വാങ്ങിയത്. ചേച്ചിയുടെ ജാട നോക്കിയൊന്നും മിണ്ടുന്നുമില്ല, പറയുന്നില്ല. വില കുറയത്തില്ല ചേച്ചി, കുറയുമെന്ന് വെച്ചാൽ ഇല്ല കുറയത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ എടുക്ക്, നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങനെയൊന്നും പറയുന്നില്ല. ഇല്ല കുറയത്തില്ല, ഞങ്ങളിത് ഉണ്ടാക്കുന്നതാണ്. കൂജയുടെ കാര്യം ചോദിച്ചപ്പോൾ കൂജ വരുന്ന സാധനമാണ്, അതിൻ്റെ 1 രൂപയും കുറയ്ക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോഡ കേട്ടോ. എന്നാൽ ആ സൈഡിൽ തന്നെ വേറെ നിറയെ കടകളുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ, വാ നമുക്ക് അപ്പുറത്ത് എവിടെയെങ്കിലും വാങ്ങാം. ഇപ്പോൾ അവർ കുറച്ചില്ലെങ്കിലും വേണ്ടല്ലോ, ഒന്ന് ചിരിച്ച് സംസാരിക്കണതിന് ഇപ്പോൾ എന്ത് വേണം, അതുമില്ല കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നീ എടുക്ക്, ഇനി അന്വേഷിച്ച് നടക്കാനൊന്നും വയ്യ. ഏട്ടനും അതെ കേട്ടോ, വീട്ടിൽ എങ്ങനെയെങ്കിലും എത്തിപ്പറ്റിയാൽ മതി എന്നുള്ളൊരിതായതുകൊണ്ട് പിന്നെ ശരി ഇവിടെ എങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞിട്ട് സാധനം എടുത്തപ്പോൾ 80 രൂപ പറഞ്ഞതിൽ, മീൻസ് 280 രൂപ പറഞ്ഞതിൽ 30 രൂപ കുറച്ച് 250 രൂപയ്ക്ക് തന്നു കേട്ടോ. അങ്ങനെ അത് വാങ്ങിച്ചിട്ട് ഇറങ്ങിയപ്പോഴാണ് ഞാൻ പറഞ്ഞു കേട്ടോ, കൂജ വാങ്ങിക്കാനാണ് ശരിക്കും പറഞ്ഞാൽ നിർത്തി. എന്നിട്ട് ചട്ടി വാങ്ങിയാൽ പറയും എന്തായാലും ഏട്ടാ കൂജയുടെ വാങ്ങാം, പിന്നെ സിറ്റിയിലൊക്കെ പോയാൽ ഇത് കിട്ടാൻ പാടാണ്. കിട്ടും, നമ്മുടെ ആ രാമചന്ദ്രയുടെ അട്ടകുളങ്ങര രാമചന്ദ്രയുടെ ഓപ്പോസിറ്റ് ഇത് കിട്ടും കേട്ടോ. പിന്നെ അതിന് വേണ്ടി ഇനി നടക്കത്തില്ല, ഇതിപ്പോൾ ഇവിടെ ഇത് ഉള്ളത് കൊണ്ട് ഇതിൻ്റെ കൂട്ടത്തൊക്കെ വാങ്ങിയതാണ്, പിന്നീട് നടക്കത്തില്ല. അങ്ങനെ ഒരു കൂജ വാങ്ങി അവർ ചെക്ക് ചെയ്ത് നോക്കുകയാണ്, പൊട്ടിയതാണോ എന്തെങ്കിലും ലീക്ക് ഉണ്ടോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് തരുവാണ്. ഇതിന് 250 രൂപയെ 6 ലിറ്റർ വെള്ളം കൊള്ളും എന്നാണ് പറഞ്ഞത്. കത്തിയാണോ ലാഭമാണോ എന്നൊന്നും അറിയത്തില്ല, എന്തായാലും വാങ്ങി. ഇതിനൊരു ലിഡൊക്കെ ഉണ്ട് കേട്ടോ, ഈ ഒരു കൂജയ്ക്ക് ലിഡൊക്കെ ഉണ്ട്. ഇനി കൂജയിൽ വെള്ളം കുടിച്ചില്ല എന്ന് വേണ്ട, അതുകൊണ്ട് കൂജയും വാങ്ങി. അങ്ങനെ ആ ഒരു ആഗ്രഹം നിറവേറ്റിയിട്ട് പോവുകയാണ്. അവിടെ നിറയെ ഈ ചെറിയ അമ്മിക്കല്ലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് കൊതിയായി. ഭയങ്കര വില കേട്ടോ, അവർ 400 500 ഒക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ അതിനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. നേരെ കള്ളിക്കാട് വീട്ടിലേക്കാണ് പോകുന്നത്. പക്ഷെ നമ്മുടെ വീട്ടിൽ ചെന്നാലേ ഒരു സന്തോഷവും സമാധാനം കിട്ടത്തുള്ളൂ. ഇന്നിപ്പോൾ കള്ളിക്കാട് പോകുന്നത് ഇനിയിപ്പോൾ ഇങ്ങോട്ടൊക്കെ വരക്കൊന്നും ഏതൊക്കെ ക്ലാസ്സും ഡാൻസ് ക്ലാസ്സും ഒക്കെ ഉണ്ടെങ്കിൽ നടക്കത്തില്ല. പിന്നീട് വരക്കം നടക്കാത്തത് കൊണ്ട് ഇന്നിപ്പോൾ പോകുന്ന വഴിക്ക് അങ്ങ് പോയിട്ട് കയറിയിട്ട് പോവാമെന്നുള്ള രീതിയിലാണ് ഇങ്ങോട്ട് വന്നത്. കള്ളിക്കാട് വീടിനെ കാട്ടി നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് കുറച്ചുകൂടെ സമാധാനം കിട്ടുന്നത്. പക്ഷേ ഇപ്പോൾ കള്ളിക്കാട് വീട്ടിൽ വന്നത് എനിക്ക് 100 സമാധാനം കിട്ടിയിട്ടുണ്ട്. അയ്യോ എന്തോ ഒരു സ്വർഗം കിട്ടിയ ഫീലാട്ടോ. നമ്മുടെ വീട് കണ്ടപ്പോൾ അങ്ങ് സന്തോഷം കൊണ്ട് മതി മറന്നിട്ട് വയ്യ. ഓടി ചെന്ന് ഞാനൊരു കുപ്പി എണ്ണ എടുത്തുകൊണ്ട് വന്ന് കുറേ തലയിൽ അങ്ങ് തേച്ച് പിടിപ്പിച്ച ശേഷം സുഖമായിട്ട് പോയി കുളിച്ചു. വേദയും എണ്ണ തേച്ച് ഞാനങ്ങ് കുളിപ്പിച്ചു കേട്ടോ. മധുരയിലായിരുന്നപ്പോൾ കുളിച്ചതാണ്. പിന്നെ അതേ ഇന്നാണ് തല നനയ്ക്കുന്നത്. തലയൊക്കെ ഇങ്ങനെ അഴുക്ക് കൊണ്ട് ചുരണ്ടി ഇളക്കം അഴുക്കല്ല, അത്രയ്ക്ക് വൃത്തികേടായിട്ടിരിക്കുകയാണ്. തലയും ഒക്കെ ആകെ കോലമായിട്ടിരിക്കുകയായിരുന്നു. എൻ്റെ അമ്മോ, ആ എണ്ണ തേച്ചപ്പോൾ വീടെത്തിയപ്പോൾ എന്തൊരു സമാധാനം. നിറയെ എണ്ണ തേച്ചിട്ട്, അത് അമ്മ കാച്ചി വെച്ചിരിക്കുന്ന എണ്ണയാണ്. അതിനെടുത്ത് നിറയെ തേച്ച് വേദയും പിടിച്ചുകൊണ്ടിട്ട് ഞാൻ അപ്പോഴേ അങ്ങ് തേച്ചു. വേദയാണെങ്കിൽ അമ്മൂടെ പിറകെ നടന്നു അത് കാണിക്കുന്നു ഇത് കാണിക്കുന്നു. ഇന്നത്തെ ദിവസം വേദ വണ്ടി കിടന്ന് ഉറങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ വേദ വണ്ടി കയറുക ഉറക്കം മാത്രമേ ഉള്ളൂ കേട്ടോ. വേദ ഭയങ്കര സ്മാർട്ടായിട്ടിരിക്കുകയാണ്. അമ്മൂമ്മയുടെ ചോറും തൈരും കഴിക്കാൻ വന്ന ആളാണ്. ഞാനും ചോറും ചമ്മന്തിയും കഴിക്കാമെന്ന് കരുതിയിട്ട് എന്തായാലും കുളിച്ചിട്ട് മതി എന്തും കഴിക്കുന്നത്. അധികം വിശപ്പൊന്നുമില്ല കേട്ടോ. ആ ജിഗർദൻ്റെയും ആ കരിക്കൊക്കെ കുടിച്ച് അങ്ങനെ ഐസ്ക്രീമൊക്കെ എന്നെ ഇടയ്ക്ക് കഴിച്ചു. അതുകൊണ്ട് വലിയ വിശപ്പ് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കുളിച്ചിട്ട് കഴിക്കും, കുളിച്ച് ഫ്രഷായിട്ട് കഴിക്കാമെന്ന് കരുതി വേദയുടെ ചെരുപ്പും സാധനങ്ങളും ഒക്കെ എടുത്ത് ഓരോന്നായിട്ട് പറക്കി അമ്മൂമ്മയെ കാണിച്ചു കൊടുക്കുകയാണ്. ചട്ടിയും ബാക്കി സാധനങ്ങളും എല്ലാം പറക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ വേദയോട് പറഞ്ഞ ഡ്രസ്സൊക്കെ നമുക്ക് നാളെ രാവിലെ ഫ്രഷായിട്ട് എടുക്കാം, ഇതിപ്പോൾ ഒന്നും എടുക്കണ്ട, നീ ചട്ടിയൊക്കെ കാണിക്ക്, ബാക്കിയൊക്കെ നമുക്ക് അമ്മൂമ്മയ്ക്ക് സാരിയും കാര്യങ്ങളൊക്കെ നാളെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അതിനെല്ലാം അങ്ങനെ വെച്ചിരിക്കുക കേട്ടോ. അങ്ങനെ അമ്മൂമ്മ ചട്ടിയൊക്കെ നോക്കി അതിന് വില നഷ്ടമാണോ ലാഭമാണോ എന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. വലിയ വിലയൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ അമ്മ പറയുന്നുണ്ട് കേട്ടോ. ചട്ടിയൊക്കെ എല്ലാം വേദങ്ങി പറക്കിക്കൊണ്ട് വരികയാണ്. എൻ്റെ മക്കളെ എന്തൊരാശ്വാസമെന്ന് അറിയോ. സത്യം എല്ലാവർക്കും മനസ്സിലാവുന്നില്ല, എൻ്റെ വോയിസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു സന്തോഷം. നോർത്ത് ഇന്ത്യ മോശമൊന്നോ കൊള്ളില്ല എന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. എനിക്ക് പേഴ്സണലി അവിടുത്തെ ഫുഡ് കാര്യങ്ങൾ പിടിച്ചിട്ടില്ല. നമ്മൾ ആദ്യമായിട്ടൊക്കെ പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടാണ്. ഇനി ഒരിക്കൽ കൂടെ പോകുമ്പോൾ ചിലപ്പോൾ കുറേ കൂടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കുറേ കരുതലോട് കൂടി പോകുമ്പോൾ നമുക്ക് ഓക്കെ ആവും. അവിടെ ഉള്ളവർക്കും നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഉള്ള അനുഭവം ഇത് തന്നെ ആയിരിക്കും. അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് അത്രയേ ഉള്ളൂ. കുറച്ച് ശീലമാകുമ്പോൾ ഓക്കെ ആവും. അല്ലാതെ ആ നാട് കൊള്ളില്ലെന്നോ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്.
നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല, അത്രയേ ഉള്ളൂ. വേദയ്ക്ക് സ്കൂൾ തുറന്നു. ഇതിനിടയ്ക്ക് വേദയ്ക്ക് 2 ദിവസം ഹോളിഡേ ഉണ്ടായിരുന്നു. ന്യൂ ഇയറിനും മന്നം ജയന്തിക്കും 2 അവധി കിട്ടി. ബാക്കി 3 ദിവസത്തെ നോട്ട്സ് വേദയ്ക്ക് എഴുതാനുണ്ട്. എഴുതാനെന്ന് പറഞ്ഞാൽ ഒരു ലോഡ് എഴുതാനുണ്ട്. അതുകൊണ്ട് നാളെ ഉച്ചയ്ക്ക് തന്നെ പോകണം എന്നൊരു പ്ലാനിങ് ഏട്ടനോട് ഞാൻ പറഞ്ഞു. എന്ത് സംഭവിച്ചാലും നാളെ ഉച്ചയ്ക്ക് തന്നെ പോകണം. കാരണം വേദയ്ക്ക് ഇത്രയും നോട്ട്സ് എഴുതാനുണ്ട്. മൺഡേ സ്കൂളിൽ പോകാനുള്ളതാണ്. കളിച്ചങ്ങ് നടന്നാൽ കളിയെ കാര്യമായിട്ട് നടക്കും. അതുകൊണ്ട് പഠിത്തത്തിൽ നമ്മൾ കുറച്ചുകൂടെ സീരിയസ്നെസ് കൊടുക്കണം. എന്തായാലും ഇത്രയും നേരത്തെ എത്തിപ്പെടാൻ പറ്റി. ഋഷികേശ് ഹരിദ്വാറൊക്കെ പോകാൻ പ്ലാൻ ചെയ്തായിരുന്നു. എനിക്ക് അവിടെ 2 ദിവസം, ബാംഗ്ലൂർ സ്റ്റേ ചെയ്തിരുന്നെങ്കിൽ വീണ്ടും 1 ദിവസം, അങ്ങനെ കുറേ ദിവസം അങ്ങനെ അങ്ങ് പോയാന്. മെയിൻലി വേദയുടെ സ്റ്റഡീസിൻ്റെ കാര്യം കൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇങ്ങ് പോകാമെന്ന് കരുതിയത്. നമുക്ക് ഇടയ്ക്കൊന്നും നേരെ റെസ്റ്റ് ഉണ്ടായിരുന്നില്ലല്ലോ. എല്ലാ ദിവസവും ട്രാവലിംഗ് ആയിരുന്നു. ഓരോ ദിവസം ഓരോ സ്ഥലം കാണുന്നു. അങ്ങനെയൊക്കെ ആയപ്പോഴാണ് ആകെ കൂടെ ടയേർഡായത്. ഇനിയാകുമ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചു ശീലിച്ചു. അതുകൊണ്ട് ഇനി കുറേ റെസ്റ്റൊക്കെ എടുത്ത് പതിയെ പോയിട്ടൊക്കെ വരാം. ഇനിയൊരു യാത്ര അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ സേഫായിട്ട് വീട്ടിലെത്തി. കള്ളിക്കാട് അമ്മയെ നമ്മളെ കണ്ടിട്ട് കൊച്ചങ്ങ് വല്ലാതെ ആയിപ്പോയി. മനു അങ്ങ് വല്ലാതെ ആയിപ്പോയി. ഏട്ടന് മനു എന്നാട്ടോ അവരെല്ലാവരും വിളിക്കുന്നത്. മനു വല്ലാതെ ആയിപ്പോയി, ശ്രീകുട്ടി അങ്ങ് ഒരുമാതിരിയായി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്ത് ചെയ്യാനല്ലേ. ഞാനെന്നാൽ വലിയതായിട്ട് ക്ഷീണിച്ചില്ല, വണ്ണം വെച്ചോന്നാണ് തോന്നുന്നത്. ഇനി വീട്ടിൽ ചെന്ന് വെയിറ്റ് നോക്കുമ്പോൾ അറിയാം എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. അങ്ങനെ ഓടി ചെന്ന് കുളിയെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി വന്നു. ചോറും, നല്ല ചമ്പാവരി ചോറും ചമ്മന്തിയും പപ്പട തോരനും പിന്നെ മീൻകറി ഉണ്ടായിരുന്നു. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, തീയലോ എന്തൊക്കെ ഉണ്ടായിരുന്നു. ഇതൊന്നും എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞു എനിക്ക് ചമ്മന്തിയും ചോറും മാത്രം മതിയെന്ന്. ഇതിൻ്റെ ടേസ്റ്റ് ഒരു റൊട്ടിക്കും ഒരു നാനിനും ഒരു ബിരിയാണിക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. എന്തോ തീയലൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ഒഴിക്കട്ടെ. ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും വേണ്ട. അപ്പോൾ ഇന്നലെ വാങ്ങിയ നെത്തോലി മീനോ ചൂര മീനോ ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു മീൻ എടുക്കുക, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. മീൻ അന്ന് ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോയതാണ്. അന്ന് നമ്മൾ പോകുമ്പോഴും ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് കഴിച്ചിട്ടല്ലേ പോയത്. അതിനുശേഷം ഇന്ന് വരെ മീൻ കഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ കുറച്ച് മീനെല്ലാം കൂട്ടി ആദ്യം ചോറും ചമ്മന്തിയും ഇതെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് മീനൊക്കെ കൂട്ടി കഴിക്കുകയാണ്. ചൂരയുണ്ട്, ചൂര മീൻ കേട്ടോ. പിന്നെ അതേ നെത്തോലിയുണ്ട്. എല്ലാം വെച്ച് ഞാൻ കഴിച്ചു. നെത്തോലിയും മീനും ചൂരയും, മീനല്ല ചൂരയും നെത്തോലിയും ചമ്മന്തിയും ഒക്കെ കൂട്ടി എല്ലാം കൂടെ കഴിച്ചു. സത്യം നിങ്ങൾ കരുതുന്നുണ്ടാവും പിന്നെ എന്തിനാ ഇത്രയും ഇതായിട്ടൊക്കെ പറയുന്നതെന്ന്. സത്യമായിട്ട് അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ കേട്ടോ. മനസ്സും വയറും അടിപൊളിയായിട്ട് നിറഞ്ഞു. എന്തായാലും ഇന്നും നാളെയും ഞാൻ കള്ളിക്കാട് വീട്ടിലായിരിക്കും. അപ്പോൾ അതിൻ്റെ വിശേഷമായിരിക്കും 2 ദിവസം കൂടി നിങ്ങളെ കാണിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോയ ട്രാവലിങ്ങിൻ്റെ വിശേഷവും എത്ര രൂപ ചിലവായി എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യവും പെട്രോളിന് എത്രയായി, ഫാസ്ടാഗിന് എത്രയായി എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. ഇന്നിപ്പോൾ ഈ ഒരു വിശേഷം 2 ദിവസം കള്ളിക്കാട് വിശേഷം കൂടി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വിശേഷത്തിലേക്ക് പോവാം. അപ്പോൾ ഇനി നാളെ മുതൽ ഒരു വീഡിയോ ഒക്കെ ഉണ്ടാവത്തുള്ളൂ. ഒരുപാട് ഇടാൻ വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ വീട്ടിലെ വിശേഷം മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. പഴയതുപോലെ ബാക്ക് ടു ഹോം വീഡിയോസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ വേദയ്ക്ക് പൊറോട്ടയും ചിക്കനും മതി. അങ്ങനെ ചേട്ടൻ ചെന്ന് പൊറോട്ടയും ചിക്കനും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നു. ഞാൻ ആദ്യം കഴിച്ചു കേട്ടോ. ആരെയും നോക്കിയിരുന്നില്ല, ഏട്ടനെ നോക്കിയില്ല, ആരെയും നോക്കിയില്ല. ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ചെന്ന് ചോറും ഇതെല്ലാം കഴിച്ച് ഞാൻ വയറ് നിറച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വേദയും കുളിച്ച് റെഡിയായി വന്നിട്ട് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും വാങ്ങിയായിരുന്നു. ചിക്കൻ ഫ്രൈ ഒക്കെ കൂട്ടി വേദയും കഴിക്കുകയാണ്. അച്ഛൻ ചെന്ന് ചിക്കൻ ഫ്രൈയും പൊറോട്ടയൊക്കെ വേദയ്ക്ക് വാങ്ങാനായിട്ട് നിന്നതാണ്. അപ്പോൾ നമ്മളിനി ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്ലാനിങ് ഒക്കെ ചേഞ്ച് ചെയ്യാറുണ്ടല്ലോ. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. നമ്മൾ വന്നിട്ട് പോകാമെന്ന് പറഞ്ഞ് നിന്നു. അപ്പോൾ വന്നിട്ട് പോകാൻ നിന്നപ്പോൾ ഏട്ടൻ പറഞ്ഞില്ല, ഏട്ടന് കള്ളിക്കാട് വരെ പോവേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ ഏട്ടൻ പോയി പൊറോട്ടയും ചിക്കനും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നത്. വേദയ്ക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര സമാധാനമായി. വേദ പറയായിരുന്നു ഞാൻ നാട്ടിൽ വന്ന ഉടനെ ആദ്യം ബേക്കറി ജംഗ്ഷനിൽ പോവും. അവിടെ ഇങ്ങനെ കുഞ്ഞു പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കിട്ടുന്ന സ്ഥലമുണ്ട് കേട്ടോ. അവിടെ പോയി ഒരു 2 പൊറോട്ടയും ഒരു ഫുൾ ചിക്കൻ ഫ്രൈയും വാങ്ങിച്ച് ഞാൻ കഴിക്കും. അതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്നിങ്ങനെ വേദ പറഞ്ഞുകൊണ്ട് വരായിരുന്നു. ബേക്കറി ജംഗ്ഷനിൽ വാങ്ങാൻ പോയില്ലെങ്കിലും ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റുമല്ലോ. ഇവിടുത്തെ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഒക്കെ നല്ലതാണ് കേട്ടോ. അതെങ്കിലും കഴിക്കാൻ പറ്റുമല്ലോ. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് വേദ. ഞാനും അതിൽ നിന്ന് ടേസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ. ചിക്കൻ ഫ്രൈയും പൊറോട്ടയൊക്കെ കൊള്ളായിരുന്നു. ഒരുപാട് ദിവസത്തിന് ശേഷം കഴിച്ചിട്ടാണോ അത് ടേസ്റ്റ് കൂടിയതെന്ന് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കും ഫുൾ ഹാപ്പി ആയി കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോൾ അമ്മയുടെ ബർത്ത്ഡേക്ക് ദീപ ചേച്ചി എടുത്തു കൊടുത്ത സാരിയൊക്കെ ഞങ്ങളെ കാണിക്കുകയാണ്. നോക്കിയപ്പോൾ അമ്മയ്ക്ക് ഇല്ലാത്ത കളറെന്ന് പറഞ്ഞ് ഞാൻ എടുത്ത സാരിയുടെ അതേ കളർ കേട്ടോ. അതെ, ദീപ ചേച്ചി എടുത്തു കൊടുത്തത്. അമ്മയ്ക്ക് അങ്ങനെ 2 സാരി കിട്ടി. അതിനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെടുത്ത സാരി നാളെ രാവിലെ കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. അതെടുത്തില്ല. അങ്ങനെ സാരിയും ബ്ലൗസ് പീസും ഒക്കെ കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ ഒന്ന് കഴിച്ചിട്ട് വായേട്ടാ, കിടന്നതിന് ശേഷം നാളെ രാവിലെ ഇരുന്ന് നമുക്ക് എന്ത് വേണോ ചെയ്യാമല്ലോ. അപ്പോൾ ഏട്ടന് വിശപ്പില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് കുറേ സമയം ഇരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അമ്മയും മോനും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാട്ടോ. ഏട്ടനും ചോറ് തന്നെയാണ് കഴിച്ചത്. അമ്മ പൊറോട്ട കഴിച്ചു. അപ്പോൾ എന്തായാലും ഈ റോഡ് ട്രിപ്പ് സീരീസ് ദേ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ കൂടെ ഇത്രയും ദൂരം യാത്ര ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. ടാറ്റാ.